So, welcome you all and welcome to today's class. So, in the last class, we have discussed about the ECG leads, how ECG leads are configured, and different ECG lead configuration. Then, after that, how an ECG signal is plotted and the analysis of ECG signals. So, in this class, we are going to see about the blood pressure and the different types of blood pressure measurements also. So, what do you mean by a blood pressure? So, blood pressure is the pressure exerted by blood against the blood vessel walls. അതായത് നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് അത് ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് വെസൽ വാൾസിന് എഗെയിൻസ്റ്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് അത് ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആ വെസൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് അഗെയിൻസ്റ്റ് ദ ബ്ലഡ് വെസൽ വാൾസ്, ദാറ്റ് ഈസ് ബ്ലഡ് പ്രഷർ. So this blood pressure also are of different types. Systolic blood pressure and diastolic blood pressure and pulse pressure and mean blood pressure and so എന്താണ് ഇതൊക്കെ എന്ന് നോക്കാം. So systolic blood pressure എന്ന് പറഞ്ഞാൽ the highest pressure in the artery produced in the heart's contraction or systolic phase. അതായത് നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഹാർട്ടിന്റെ മെയിൻ ആയിട്ട് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് കണക്ട് ചെയ്തിരിക്കുന്ന ആർട്ടറിയിൽ ഉണ്ടാവുന്ന ഹയസ്റ്റ് പ്രഷർ ആണ് എന്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ദ ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ ഇൻ ദ ആർട്ടറി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹേർട്സ് കോൺട്രാക്ഷൻ ഫേസ്, അതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഫോർ എ നോർമൽ 20-year-old adult സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇസ് 120 millimeter mercury. HD എന്ന് പറഞ്ഞാൽ മെർക്കുറി. സോ സെക്കൻഡ് വൺ ഈസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. എന്താണ് ഈ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രഷർ ഇൻ ദ ആർട്ടറി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹേർട്സ് റിലാക്സേഷൻ ഫേസ്. അതായത് ഹാർട്ടിന്റെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ ആണെന്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഹാർട്ടിന്റെ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അതായത് റീപോളറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് ആർട്ടറിയിൽ ഉണ്ടാവുന്ന ലോവസ്റ്റ് പ്രഷർ, ദാറ്റ് ഈസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ ആണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ലോവസ്റ്റ് ബ്ലഡ് പ്രഷർ ആണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ഫോർ എ നോർമൽ 20-year-old adult diastolic blood pressure is around 80 millimeter mercury. And pulse pressure is the difference between systolic and diastolic pressure. Systolic and diastolic തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോർമലി വാല്യൂ വിൽ ബി 40 millimeter mercury. ആൻഡ് മീൻ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. അതായത് ഡയസ്റ്റോളിക് പ്രഷറിൻ്റെ അതുപോലെ 1/3 ഓഫ് പൾസ് പ്രഷറും കൂടി അടങ്ങിയിരിക്കുന്നതാണ് മീൻ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ആവറേജ് എഫക്റ്റീവ് പ്രഷർ ഫോഴ്സിംഗ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ സർക്കുലേറ്ററി സിസ്റ്റം. സോ ഇറ്റ് ഈസ് ദ ആവറേജ് എഫക്റ്റീവ് പ്രഷർ ഫോഴ്സിംഗ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ സർക്കുലേറ്ററി സിസ്റ്റം. ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ബ്ലഡ് ഫ്ലോന്റെ ആവറേജ് എഫക്റ്റീവ് പ്രഷർ ആണ് mean blood pressure എന്ന് പറഞ്ഞാൽ. it will be coming around 96 to 100 millimeter mercury and it is the sum of diastolic pressure and 1/3 of the pulse pressure. Okay, so different blood pressure measurement we can see. Indirect method und direct method und. In the indirect method 3 types are there: auscultatory or sphygmomanometer method, oscillometric method and ultrasonic method. Direct methods il edokkanuള്ളത്? Percutaneous insertion, catheterization and implantation. So direct indirect type methods detailed ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം blood pressure measurements. So in indirect method the equipment will be very simple. Equipment വളരെ simple ആയിരിക്കും and the patient will be having less discomfort, but the problem here is it is less informative. So in indirect method the equipment will be very simple, the patient will be having less discomfort and the
but the problem here is it is less informative. In indirect method is also somewhat subjective and often fails when the blood pressure is low. അതായത് blood pressure low ആവുന്ന സമയത്ത് it will be often failing. blood pressure low ആവുന്ന സമയത്ത് എന്താ indirect method അത്ര suitable അല്ല മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. So for a normal blood pressure measurement we can use indirect method, but for accurate measurement we will be using direct methods. Okay, so in indirect method la moonu category namakku kanam: auscultatory or sphygmomanometer method, second one is oscillometric method, and third one is ultrasonic method. So in auscultatory or sphygmomanometer method there will be a sphygmomanometer with a stethoscope. ഒരു sphygmomanometer അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റെതസ്കോപ്പും കൂടി ചേർന്നിട്ട് മെഷർ ചെയ്യുന്നതാണ് ഓസ്കുൾട്ടേറ്ററി മെത്തേഡ്. ദ ഓസ്കുൾട്ടേറ്ററി മീനിങ് എന്ന് പറഞ്ഞാൽ ലിസണിങ് ഇൻ ലാറ്റിൻ വേർഡ്, അതായത് ലിസൺ ചെയ്യുക, അതായത് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ പൾസ് ലിസൺ ചെയ്യാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓസ്കുൾട്ടേറ്ററി സ്പിഗ്മോമാനോമീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഓസിലോമെട്രിക് മെത്തേഡ്. Oscillometric method, it is first demonstrated in 1876 and it involves the observation of oscillations in sphygmomanometer cuff pressure. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്പിഗ്മോമാനോമീറ്റർ മെത്തേഡ് പറഞ്ഞല്ലോ, അതിൽ കഫ് പ്രഷർ, അതായത് പ്രഷർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് അവിടെ മെഷർ ചെയ്യുക. ആ പ്രഷർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസ് ഉള്ള ഓസിലേഷൻസ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് ഓസിലോമെട്രിക് ഇൻഡയറക്റ്റ് മെത്തേഡ് മെഷർമെന്റ്. ആൻഡ് തേർഡ് വൺ ഈസ് അൾട്രാസോണിക് measurement. In ultrasonic measurement of blood pressure using ultrasonic Doppler shift principle. Ultrasonic Doppler shift principle കൊണ്ട് blood pressure measure ചെയ്യുന്ന method ആണ് ultrasonic indirect method. So indirect method in detail we can study now. First one is auscultatory method. Auscultatory method I have already told, it will be having a sphygmomanometer along with a stethoscope. Okay, so it consists of a inflatable rubber bladder called cuff, a rubber squeeze ball pump, and a valve assembly and a manometer. So figure കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ പ്രഷർ കഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നോർമലി ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, യൂസിങ് ദിസ് ഓസ്കുൾട്ടേറ്ററി മെത്തേഡ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ പ്രഷർ കഫ്, ഒരു എയർ ബോൾ അല്ലെങ്കിൽ എയർ ബൾബ് വിൽ ബി ദർ. Okay, by squeezing it we can increase the pressure in this cuff. Okay, and also it is connected to a manometer, ഒരു mercury manometer ലേക്ക് അത് കണക്ട് ചെയ്തിരിക്കുന്നു. Okay, so the cuff is wrapped around the patient's upper arm at point above the midway between elbow and shoulder. അതായത് ഈ കഫ് എവിടെ പ്ലേസ് ചെയ്യുന്നത്? നമ്മുടെ എൽബോയുടെയും ഷോൾഡറിന്റെ ഇടയിൽ, അതായത് നമ്മുടെ ബൈസെപ്സിലായിട്ടാണ് ഈ പ്രഷർ കഫ് പ്ലേസ് ചെയ്യുന്നത്. സോ the stethoscope is placed over the brachial artery. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഇവിടെയുള്ള ഈ വെസലിന് പറയുന്ന പേരാണ് ഈ ബ്രാച്ചിൽ ആർട്ടറി എന്നുള്ള. സോ ഈ ബ്രാച്ചിൽ ആർട്ടറിയിലാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് പൊസിഷൻ ചെയ്യുക. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പൾസ് ലിസൺ ചെയ്യുക. ഓക്കെ, സോ എന്താ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്പിഗ്മോമാനോമീറ്റർ അല്ലെങ്കിൽ ഈ പ്രഷർ കഫ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ബൈസെപ്സിലും. ഓക്കെ, ദെൻ ബ്രാച്ചിൽ ആർട്ടറിയിലാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ കഫ് ഈസ് ഇൻഫ്ലേറ്റഡ് സോ ദാറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ inflated bladder is increased to a point greater than the anticipated systolic pressure. നമുക്കൊരു anticipated systolic pressure ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 120, 130, 140 ആ റേഞ്ചിലാണ് നമ്മുടെ ഈ ആന്റിസിപ്പേറ്റഡ് എന്താ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഹയസ്റ്റ് പ്രഷർ ഇൻ ദ ആർട്ടറി. സോ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എയർ ബൾബ് വെച്ചിട്ട് സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള പ്രഷർ കഫിൽ പ്രഷർ ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ പ്രഷർ എവിടെ ഇൻസേർട്ട് ചെയ്യും? നമ്മുടെ ഈ ആർട്ടറിയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഈ ആർട്ടറിയിലേക്ക് പ്രഷർ ഇൻസേർട്ട് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ആർട്ടറിയിലൂടെയാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ സംഭവിക്കുന്നത്. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ആ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് എന്താ, നമ്മുടെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അറൌണ്ട് 150, 160 ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഈ മെർക്കുറി മാനോമീറ്ററിൽ റീഡിങ് 150, 160 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ അതിനുശേഷം വാട്ട് വി വിൽ ബി ഡൂയിങ്? വി വിൽ ബി റിലീസിങ് ദിസ് എയർ ബൾബ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പ്രഷർ കഫിലുള്ള
പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന പറഞ്ഞാൽ ഈ റീഡിങ് മെർക്കുറി റീഡിങ് താഴോട്ടേക്ക് വരും. അതായത് റീഡിങ് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ റീഡിങ് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്താ സ്റ്റെതസ്കോപ്പ് ഇവിടെ ബ്രാച്ചിൽ ആർട്ടറിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റെതസ്കോപ്പിൽ എന്താ ഇനീഷ്യലി ഒരു സൗണ്ടും നമ്മൾ കേൾക്കില്ല. സോ നമ്മൾ ഈ പ്രഷർ ഇൻസേർട്ട് ചെയ്ത് പ്രഷർ കുറച്ച് വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താ ഈ ആർട്ടറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, ആ സൗണ്ടിനെ പറയുന്ന പേരാണ്. ആ സൗണ്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ലിസൺ ചെയ്യും. ദാറ്റ് സൗണ്ട് ഈസ് കോൾഡ് കൊററ്റ്കോഫ് സൗണ്ട്. ആ സൗണ്ടിന് പറയുന്ന പേരാണ് കൊററ്റ്കോഫ് സൗണ്ട്. ഓക്കെ, ആ കൊററ്റ്കോഫ് സൗണ്ട് വരുന്ന സമയത്തുള്ള പെർട്ടിക്കുലർ മെർക്കുറി മാനോമീറ്റർ മെർക്കുറി റീഡിംഗ് ആയിരിക്കും സിസ്റ്റോളിക് പ്രഷർ, അതായത് ഹയസ്റ്റ് പ്രഷർ ഇൻ ദ ആർട്ടറി. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കും, എന്താ നമ്മൾ വീണ്ടും പ്രഷർ കുറച്ച് വരിക, അതായത് മാനോമീറ്റർ റീഡിംഗ് വിൽ ബി ഡിക്രീസിങ്. സോ ആ ടൈമിൽ എന്താ നമ്മുടെ ഈ സ്റ്റെതസ്കോപ്പിൽ എന്താ നമ്മൾ ആ കൊററ്റ്കോഫ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ബട്ട് ദ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൗഡ്നെസ് ഓഫ് ദ സൗണ്ട് വിൽ ബി റെഡ്യൂസിങ്. ഓക്കെ, ഇനീഷ്യലി നല്ല ഒരു സൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക, നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ സമയത്തുള്ള പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. ആ സൗണ്ട് പേരാണ് കൊററ്റ്കോഫ് സൗണ്ട്. പിന്നെ ആ കൊററ്റ്കോഫ് സൗണ്ടിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ എത്തി കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഡിമിനിഷ് ആവും അല്ലെങ്കിൽ മഫിൾഡ് ആവും, ആ സൗണ്ട് ഇല്ലാതാവും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ ആയിരിക്കും ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റോളിക് പ്രഷറും കിട്ടി, ഡയസ്റ്റോളിക് പ്രഷറും കിട്ടി. പ്രഷർ ആദ്യം ഇൻസേർട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താ നമ്മുടെ ആർട്ടറിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം പ്രഷർ കുറച്ച് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് സ്റ്റെതസ്കോപ്പ് വഴി സൗണ്ട് കേൾക്കാൻ പറ്റും, കൊററ്റ്കോഫ് സൗണ്ട്. ആ കൊററ്റ്കോഫ് സൗണ്ട് കേൾക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മെർക്കുറി മാനോമീറ്റർ റീഡിംഗ് ആയിരിക്കും സിസ്റ്റോളിക് പ്രഷർ. അതിനുശേഷം എന്താ നമ്മൾ വീണ്ടും പ്രഷർ കുറച്ച് എയർ ബൾബ് വെച്ചിട്ട് പ്രഷർ കഫിൽ പ്രഷർ കുറച്ച് വരുന്ന സമയത്ത് എന്താ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ഈ ആർട്ടറിയിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ നോർമൽ ആവുന്ന സമയത്ത് എന്താ ഈ പറയുന്ന സ്റ്റെതസ്കോപ്പിലുള്ള കൊററ്റ്കോഫ് സൗണ്ട് ഇല്ലാതാവും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റുള്ള റീഡിംഗ്, എന്ത് റീഡിംഗ്, ഈ മെർക്കുറി മാനോമീറ്റർ റീഡിംഗ് ആയിരിക്കും എന്ത് ഡയസ്റ്റോളിക് പ്രഷർ. സോ ഇതാണ് നമ്മുടെ നോർമൽ ഓസ്കുൾട്ടേറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് the cuff is inflated so that the pressure inside the inflated bladder is increased to a greater point than anticipated systolic pressure. അത് ഇനീഷ്യലി കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുപോയി. ദെൻ the pressure insert ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, the pressure compresses the artery against the underlying ബോണുമായിട്ട് അത് ആർട്ടറിനെ കംപ്രസ് ചെയ്യും, causing an occultation എന്ന് പറഞ്ഞ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. And that shuts off the blood flow in the vessel. Okay, the operator then slowly releases, അതായത് നമ്മുടെ physical operator will be releasing the pressure in the cuff so that the reading in the mercury column will be decreasing. മെർക്കുറി കോളത്തിലെ റീഡിംഗ് ഡിക്രീസ് ചെയ്ത് വരും. ദ ഓപ്പറേറ്റർ ബിഗിൻസ് ടു ഹിയർ സം പ്രഷർ, അതായത് ഫസ്റ്റ് ടൈം ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, ഒക്കൾഷന് ശേഷം ബ്ലഡ് പിന്നെയും ഫ്ലോ തുടങ്ങുന്ന ഒരു സമയത്ത് ദർ വിൽ ബി ക്രാഷിംഗ് ആൻഡ് സ്നാപ്പിംഗ് സൗണ്ട്സ് ഇൻ ദ സ്റ്റെതസ്കോപ്പ് ദാറ്റ് കോസസ് ബൈ ഫസ്റ്റ് ജെറ്റ്സ് ഓഫ് ബ്ലഡ് പുഷിംഗ് ത്രൂ ദ ഒക്കൾഷൻ. These sounds are called a കൊററ്റ്കോഫ് സൗണ്ട്. ഫസ്റ്റ് വരുന്ന ആ സമയത്ത് നമുക്ക് സ്റ്റെതസ്കോപ്പിലൂടെ കേൾക്കാൻ പറ്റുന്ന സൗണ്ടിനാണ് കൊററ്റ്കോഫ് സൗണ്ട്. ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രഷർ വിൽ ബി സിസ്റ്റോളിക് പ്രഷർ. ആ പ്രഷർ ആയിരിക്കും സിസ്റ്റോളിക് പ്രഷർ, മെർക്കുറി റീഡിംഗ് ഇൻ ദ മാനോമീറ്റർ. This sound continues as the cuff pressure diminishes, becomes less loud as the blood flow through the occlusion becomes smoother. പിന്നെ അതിനുശേഷം എന്താ ബ്ലഡ് ഫ്ലോ മീൻസ് എന്താ പ്രഷർ കുറഞ്ഞ് നമ്മുടെ arterial blood flow will be becoming smoother. So the Korsakoff sound disappears or become muffled when the cuff pressure drops below patient's diastolic pressure. അതായത് diastolic pressure എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് where we can hear sound. അതിനുശേഷം എന്താ സൗണ്ട് ഇല്ലാതാവും, Korsakoff sound ഇല്ലാതാവും. Okay, then to read the blood pressure, the operator notes both the gauge pressure at the onset of Korsakoff sound. അതായത് onset of Korsakoff sound എന്ന് പറഞ്ഞാൽ Korsakoff sound തുടങ്ങുന്ന സമയത്തുള്ള pressure will be systolic pressure, and the sound when sound becomes muffled or disappear അല്ലെങ്കിൽ തീരെ ഇല്ലാതാവുന്ന സമയത്തുള്ള പ്രഷർ ആയിരിക്കും diastolic pressure. The pressure usually recorded in ratio of systolic over diastolic. Systolic over diastolic ആയിട്ടായിരിക്കും നമ്മുടെ പ്രഷർ റെക്കോർഡ് ചെയ്യുന്നത്. That will be like 120/80 millimeter. ഒരു നോർമൽ ആളാണെങ്കിൽ it will be like 120/80 millimeter mercury.
So here one major limitation will be the readings won't be accurate if the hearing sharpness of the operator is poor. അതായത് ഇത് മെഷർ ചെയ്യുന്ന ആരാണ്? ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്റർ ആയിട്ടിരിക്കുന്ന മനുഷ്യന്റെ ഹിയറിംഗ് കേപ്പബിലിറ്റി, അതായത് അയാൾക്ക് കേൾവിക്കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹിയറിംഗ് ഷാർപ്നെസ് കുറവാണെങ്കിൽ റീഡിങ്സ് വിൽ ബി നോട്ട് അക്യുറേറ്റ്. അതായത് നമ്മൾ റീഡിങ്സ് എങ്ങനെയാണ്? നമ്മൾ സ്റ്റെതസ്കോപ്പ് വഴി കേൾക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനീഷ്യലി നമ്മൾ കൊറക്ട് ഓഫ് സൗണ്ട് കേൾക്കുന്ന സമയത്തുള്ളതായിരിക്കും സിസ്റ്റോളിക് പ്രഷർ. സോ ഇയാൾക്ക് കേൾവി കുറവുണ്ടെങ്കിൽ ഇനീഷ്യലി ആ സൗണ്ട് കേൾക്കില്ല. സോ എന്താ, റീഡിങ്സ് അക്യുറേറ്റ് ആവില്ല, റീഡിങ്സ് മാറി വരും. ഓക്കെ, so this is the major limitation of this auscultatory method, that is readings won't be accurate if hearing sharpness of the operator is poor. So this is the auscultatory method. You can see here this is the stethoscope. അപ്പോൾ സ്റ്റെതസ്കോപ്പിൽ ഇനീഷ്യലി സൗണ്ട് ഒന്നുമില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. സോ വെൻ ദറ്റ് ഒക്കൾഷൻ മാറിക്കഴിഞ്ഞാൽ, അതായത് ആർട്ടറിയിലെ ബ്ലഡ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രഷർ ആദ്യം ഇൻസേർട്ട് ചെയ്ത് പ്രഷർ നല്ലോണം കൂട്ടി കൊടുത്തു, പിന്നെ അതിനുശേഷം കുറച്ച് വന്നു, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ കുറച്ച് റിലീസായി ആർട്ടറിയിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ യു ക്യാൻ സീ സം സൗണ്ട് വേവ്സ് ആർ ദർ. അതാണ് കൊറക്ട് ഓഫ് സൗണ്ട്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. ദെൻ ആ സൗണ്ട് എക്സിസ്റ്റ് ചെയ്യും, കുറച്ച് നേരം എക്സിസ്റ്റ് ചെയ്ത് എന്താ, പ്രഷർ നോർമൽ ആവുന്ന സമയത്ത് എന്താ, ബ്ലഡ് ഫ്ലോ നോർമൽ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ സൗണ്ട് ഡിമിനിഷ് ചെയ്യും. ആ ഡിമിനിഷ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും ഡയസ്റ്റോളിക് പ്രഷർ വാൾവ്. സോ ദിസ് ഈസ് ദ നോർമൽ ഓസ്കുൾട്ടേറ്ററി മെത്തേഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാൽപേഷൻ മെത്തേഡ്. പാൽപേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഓസ്കുൾട്ടേറ്ററി മെത്തേഡ് പോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെതസ്കോപ്പ് വി വിൽ ബി യൂസിങ് our hand. So it uses a sense of touch to detect patient's pulse in radial artery. റിസ്റ്റ് വെച്ചിട്ടാണ്, റിസ്റ്റിലുള്ള റേഡിയൽ ആർട്ടറി വഴിയാണ് അത് നമ്മൾ, ഇതാണ് റേഡിയൽ ആർട്ടറി. അപ്പോൾ റിസ്റ്റിൽ നമ്മൾ കൈ വെച്ചിട്ട് ആ പ്രഷർ മെഷർ ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം കൈ വെച്ചിട്ട് ഇവിടെ നമ്മൾ മെഷർ ചെയ്യും. അതായത് ഓപ്പറേറ്ററിന്റെ കൈ അവിടെ വെച്ചിട്ട്, കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പ്രഷർ അറിയാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളിവിടെ ഇൻ ദ കേസ് ഓഫ് പാൽപേഷൻ മെത്തേഡിൽ മെഷർ ചെയ്യുന്നത്. സോ റേഡിയൽ ആർട്ടറിയിലാണ് നമ്മളത് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ കഫ് ഈസ് ഇൻഫ്ലേറ്റഡ്, അതായത് ഇനീഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഫ് ഈസ് ഇൻഫ്ലേറ്റഡ് അൺടിൽ ദ റേഡിയൽ പൾസ് ഡിസപ്പിയർ. ഇനീഷ്യലി പൾസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ബട്ട് ആസ് ദ കഫ് ഈസ് ഇൻഫ്ലേറ്റഡ്, അതായത് കഫിലുള്ള പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ റേഡിയൽ പൾസ് ഡിസപ്പിയർ ആവും. ദ ഓപ്പറേറ്റർ ഈസ് ദെൻ സ്ലോലി റിലീസസ് ദ പ്രഷർ. നേരത്തെ സെയിം മെക്കാനിസം തന്നെ, ഇനീഷ്യലി പ്രഷർ കൂട്ടി അതിനുശേഷം പ്രഷർ കുറച്ച് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഡിറ്റക്ട് ദ റേഡിയൽ ആർട്ടറി പൾസ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ റേഡിയൽ ആർട്ടറിയിലെ പൾസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ പെർട്ടിക്കുലർ പ്രഷർ ആയിരിക്കും സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. Okay, but in case of palpation we will be only able to detect systolic pressure. We can't detect diastolic pressure with much accuracy. അതായത് palpation മെത്തേഡിൽ നമ്മൾ നമ്മുടെ ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ റേഡിയൽ ആർട്ടറിയിലെ pressure measure ചെയ്യുന്നത്. So it is we can able to detect the systolic pressure, but for detecting the diastolic pressure we won't be getting it with much accuracy. So that is the disadvantage of this palpation method. So the third method is oscillometric method. Oscillometric method is similar to our ordinary sphygmomanometer method. Sphygmomanometer method inde almost similar method തന്നെയാണ് oscillometric method. അവിടെ എന്താ, നമ്മൾ ഇത് വെച്ചിട്ട്, അതായത് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ആണ് നമ്മൾ റീഡിങ്സ് അളന്നത്. അതിന്റെ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ്സ് എടുത്തത്, സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. ബട്ട് ഹിയർ വി വിൽ ബി മെഷറിംഗ് സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഓർ ഓസിലേഷൻസ് ഇൻ ദ കഫ് പ്രഷർ. കഫ് പ്രഷറിലുള്ള സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഓർ ഓസിലേഷൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഓസിലോമെട്രിക് മെത്തേഡിൽ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. വെൻ ദ ബ്ലഡ് ബ്രേക്സ് ത്രൂ ദ ഒക്കൾഷൻ ക്രിയേറ്റഡ് ബൈ ദ ഇൻഫ്ലേറ്റഡ് കഫ്, the walls of the artery begins to vibrate slightly. അതായത് നമ്മൾ കഫിലുള്ള പ്രഷർ കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒക്കൾഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ the walls of the artery will be begins to vibrate slightly. ആർട്ടറിയുടെ വാൾസ് will be vibrating slightly. പ്രഷർ കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, so the blood flow at this point is unstable or turbulent. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ blood flow will be unstable.
the onset of pressure oscillation correlates with the systolic pressure. അതായത് ഈ ഒക്കൾഷൻ സംഭവിച്ചു പറഞ്ഞല്ലോ, അതായത് ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ സിസ്റ്റോളിക് പ്രഷർ ആൻഡ് ദ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ, പിന്നെ അതിനുശേഷം ഉണ്ടാവുന്ന പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻസ് വിച്ച് വിൽ ബി കറസ്പോണ്ടിങ് ടു ദ മീൻ arterial pressure. Mean arterial pressure ആയിരിക്കും അതിന്റെ peak amplitude, which is the time average of blood pressure. That is the time average of blood pressure. And the diastolic pressure corresponds to the point where rate of amplitude decrease suddenly changes the slope. അതായത് സ്ലോപ്പ് പെട്ടെന്ന് ഈ ആംപ്ലിറ്റ്യൂഡ്, ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് സഡൻലി ഡിക്രീസ് ചെയ്യുന്ന ആ പോയിന്റിലാണ് എന്ത് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡയഗ്രം. നിങ്ങൾക്ക് കാണാം ഇവിടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ പോയിന്റിലാണ് സിസ്റ്റോളിക് പ്രഷർ. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടിയ ആ ടൈമിലാണ് മീൻ ആർട്ടറിയൽ ബ്ലഡ് പ്രഷർ. ദെൻ എന്താ അതിന്റെ പീക്ക് പെട്ടെന്ന്, അതിന്റെ സ്ലോപ്പ് എത്രയും പെട്ടെന്ന് കുറയുന്ന ടൈമിൽ സ്ലോപ്പിൽ വലിയ വേരിയേഷൻ ഉണ്ടാകുന്ന ആ പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും ഡയസ്റ്റോളിക് പ്രഷർ. സോ യു ക്യാൻ സീ ഹിയർ സിസ്റ്റോളിക് പ്രഷർ വെൻ സ്റ്റാർട്ടിംഗ് ഓഫ് ദാറ്റ് ഓസിലേഷൻ ആൻഡ് മീൻ ആർട്ടറിയൽ ബ്ലഡ് പ്രഷർ മീൻസ് ഹയസ്റ്റ് പീക്ക് അല്ലെ ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ടൈമിൽ, ദെൻ പീക്ക് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഓസിലോമെട്രിക് മെത്തേഡ്. ആൻഡ് ഇൻ ഓസിലോമെട്രിക് മെത്തേഡ് ബ്ലഡ് പ്രഷർ മോണിറ്റേഴ്സ് ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി വെൻ മോണിറ്ററിങ്. അതായത് കോൺസ്റ്റന്റ് മോണിറ്ററിങ് റിക്വയർ ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ ഈ ഓസിലോമെട്രിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. എ ടിപ്പിക്കൽ ഓസിലോമെട്രിക് blood pressure monitor is a microprocessor controlled and it is designed to periodically inflate and slowly deflate the cuff. അതായത് നമ്മുടെ ഒരു മൈക്രോ പ്രോസസ്സർ ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഓസിലോമെട്രിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ സിസ്റ്റം. ആൻഡ് ബൈ യൂസിങ് ദിസ് മൈക്രോ പ്രോസസ്സർ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ ഈ കഫിനെ പീരിയോഡിക്കലി ഇൻഫ്ലേറ്റ് ചെയ്യാനും സ്ലോലി ഡിഫ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് മൈക്രോ പ്രോസസ്സറിൽ ചെയ്തു. ഇങ്ങനെയാണ് ഓസിലോമെട്രിക് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അൾട്രാസോണിക് മെത്തേഡ്. അൾട്രാസോണിക് മെത്തേഡിൽ എന്താ, അൾട്രാസോണിക് മെത്തേഡിൽ എന്താ, അൾട്രാസോണിക് വേവ്സ് നമ്മൾ കടത്തിവിടും. സോ അൾട്രാസോണിക് വേവ്സ് or acoustic waves will be in the range above 20 kilohertz. 20 kilohertz റേഞ്ചിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയുള്ള വേവ്സ് ആയിരിക്കും acoustic wave or ultrasonic waves. So it is not able to hear for humans. Here we will be using the principle of Doppler shift. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ബീം ഓഫ് വേവ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ there will be slight variation in frequency. That is known as Doppler shift. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നമ്മൾ എന്താ ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലെ ബീം ഓഫ് വേവ് നമ്മൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ some part of that wave will be reflected back. ആ ഒരു വേവിന്റെ some part it will be reflected back and also there will be slight variation in frequency. ഫ്രീക്വൻസിയിൽ വേരിയേഷൻ സംഭവിക്കും. So that is known as Doppler shift. So ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ അൾട്രാസോണിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. So here we will be using piezoelectric ultrasound sensors below the placed over the artery. ആർട്ടറിയുടെ മുകളിൽ നമ്മൾ ഈ പീസോ ഇലക്ട്രിക് അൾട്രാസൗണ്ട് സെൻസേഴ്സ് മെയിൻ ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സെൻസർ റിസീവിംഗ് സെൻസർ രണ്ടും വെക്കും. ഓക്കെ, ആർട്ടറിയുടെ മുകളിൽ അണ്ടർ ദ കഫിന് അടിയിലായിട്ട്. ഓക്കെ, സോ ഈ കഫ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന പ്രഷർ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, then they can perform Doppler detection of the blood flow flowing through the artery. Okay, അപ്പോൾ നമ്മൾ ഇനീഷ്യലി എന്താ കഫിൽ പ്രഷർ ഇൻസേർട്ട് ചെയ്തു, കഫ് വെച്ചിട്ട് പ്രഷർ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു പീസോ ഇലക്ട്രിക് അൾട്രാസൗണ്ട് സെൻസേഴ്സ് ഉണ്ട്. അതിൽ ട്രാൻസ്മിറ്റ് ക്രിസ്റ്റൽ വിൽ ബി സെൻഡിങ് എ ബീം ഓഫ് വേവ് ടു ടിഷ്യൂ. അതായത് ട്രാൻസ്മിറ്റ് ക്രിസ്റ്റൽ വിൽ ബി സെൻഡിങ് എ ബീം ഓഫ് വേവ് ടു ടിഷ്യൂ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബ്ലഡിന്റെ ബ്ലഡ് വെസൽ വാളിൽ. സോ ബ്ലഡ് വെസൽ വാളിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ കഫിലുള്ള പ്രഷറിനനുസരിച്ച് അവിടെയുള്ള പ്രഷർ എന്താ മാറിക്കൊണ്ടേയിരിക്കും. സോ ആ ടൈമിൽ എന്താ ഈ നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ക്രിസ്റ്റൽ വഴി സെൻഡ് ചെയ്ത ബീം ഓഫ് വേവ് ഇറ്റ് വിൽ ബി ഹിറ്റിംഗ് ദർ ആൻഡ് സം പാർട്ട് ഓഫ് ദാറ്റ് ബീം വിൽ ബി റിഫ്ലക്റ്റിംഗ് ബാക്ക്. അതായത് നമ്മൾ ഇവിടെ അൾട്രാസോണിക് ബീം നമ്മൾ അയച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റ് ക്രിസ്റ്റലിൽ നിന്ന് അയച്ചിരിക്കുന്ന അൾട്രാസോണിക് ബീം ഈ ബ്ലഡ് വെസലിൽ തട്ടിയിട്ട് സം പാർട്ട് ഓഫ് ദ beam will be reflected back or back scattered and it will be receiving by a receive crystal. അതായത് ഈ ട്രാൻസ്മിറ്റ് ക്രിസ്റ്റലിന് അടുത്ത് തന്നെ നമ്മൾ ഒരു റിസീവ് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ടാവും. ആ റിസീവ് ക്രിസ്റ്റലിൽ ഈ ബാക്ക് സ്കാറ്റേർഡ് ആയിട്ടുള്ള
blood vessel wall തട്ടിയിട്ട് back scattered ആയി വന്ന a beam of wave അതിനെ it will be receiving by the receiving crystal which is located near to the transmit crystal. So ഈ receive ചെയ്തിട്ടിരിക്കുന്ന ഈ beam of wave it will be having a delta f അതായിരിക്കും അതിന്റെ Doppler shift. If delta f is the Doppler shift, f plus or minus delta f describes the frequency content of the back scattered wave. അതായത് delta f എന്ന് പറയുന്ന ഒരു frequency variation അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഏത് കാരണം എന്താ നമ്മുടെ ഈ ബ്ലഡ് വെസൽ വാൾവിൽ മൂവ് ചെയ്യുന്ന ബ്ലഡ് വെസൽ വാൾവിൽ എന്താ ബ്ലഡ് ഫ്ലോ വരുന്ന സമയത്ത് അവിടെ പ്രഷർ എക്സെർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മൂവ് ചെയ്യുന്ന ഒരു മൂവിയാണ് നമ്മൾ ബ്ലഡ് മൂവിയാണ് സോ അവിടെ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്ന സമയത്ത് ദർ വിൽ ബി എ ഫ്രീക്വൻസി ഷിഫ്റ്റ് അതിനാണ് നമ്മൾ പറഞ്ഞ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സോ ഡെൽറ്റ എഫ് ആയിരിക്കും ആ ഡോപ്ലർ ഷിഫ്റ്റ് ആ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞ ഡോപ്ലർ ഷിഫ്റ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ blood pressure. So f plus or minus delta f describes the frequency of the content of the back scattered wave. തിരിച്ചു വന്നിരിക്കുന്ന വേവിന്റെ frequency content എന്ന് പറഞ്ഞാൽ initial frequency plus or minus delta f, where delta f is the Doppler shift. That Doppler shift will be proportional to the blood pressure. Okay. So delta f components gives turbulent flow that correspond to Korotkoff sound. അതായത് ബ്ലഡ് ഫ്ലോന്റെ കൊറട്ട്കോഫ് സൗണ്ട് ഉണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്താ പറയാ സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് കിട്ടിയ കൊറട്ട്കോഫ് സൗണ്ട് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഡോപ്ലർ ഷിഫ്റ്റ് കോമ്പണന്റ് ഉണ്ടാവുക ആൻഡ് ദ ഫ്രീക്വൻസി കോമ്പണൻസ് ഡിമിനിഷസ് വെൻ ദ സ്റ്റേബിൾ ഫ്ലോ റെസ്യൂംസ് അതായത് പിന്നീട് നമ്മൾ കഫിലുള്ള പ്രഷർ കുറച്ച് നമ്മൾ ബ്ലഡ് ഫ്ലോ നോർമൽ ആവുന്ന സമയത്ത് ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി കോമ്പണന്റ് ഇറ്റ് വിൽ ബി ഡിമിനിഷിങ് അതായത് പിന്നെ അതിനുശേഷം ബാക്ക് സ്കാറ്ററിങ് ചെയ്യില്ല ഡയറക്റ്റ് പോകുന്നുള്ള അബ്സോർവ് ചെയ്യുന്നുള്ള ഓക്കെ so that is about ultrasonic method and you can see here the setup for this ultrasonic method also here you can see in arm this is arm ഒരു റിസ്റ്റ് ബാൻഡ് പോലെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രഷർ കഫ് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ ഇൻസേർട്ട് ചെയ്യുന്നത് ഓക്കെ ഹിയർ വി വിൽ ബി ഹാവിംഗ് ട്രാൻസ്മിറ്റ് ട്രാൻസ്ഡ്യൂസർ which will be sending the beam of wave to the blood vessel and here we will be having receiving transducer which will be accepting അല്ലെങ്കിൽ which will be receiving the back scattered wave from the blood vessel അതായത് ഇവിടുന്ന് ഈ transmit transducer will be sending this wave to artery okay ultrasonic beam to artery and in artery some part of that beam will be back scattered and it will be received by this receiver transducer and receiver transducer it will be giving to the receiver ആ റിസീവറിൽ ഉണ്ടാവും ഒരു ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഒരു ഡോപ്ലർ ഷിഫ്റ്റ് കോമ്പണന്റ് ഉണ്ടാവും ദാറ്റ് ഡോപ്ലർ ഷിഫ്റ്റ് കോമ്പണന്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ബ്ലഡ് പ്രഷർ ഇൻ ദാറ്റ് ആർട്ടറി ഓക്കെ സോ അത് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മെഷർ ചെയ്തെടുക്കും സോ ദിസ് ഈസ് അബൌട്ട് അൾട്രാസോണിക് മെത്തേഡ് സോ ദീസ് ഓൾ ആർ ദ indirect method for measuring blood pressure. So today we have discussed about what is meant by blood pressure and what are the different types of blood pressure measurement. We are having direct and indirect method. In that indirect method we have discussed about first one which all method we have discussed. First one is auscultatory method and second one is palpation method, then oscillometric method, then ultrasonic method. So in the next class we will be discussing about the direct methods which are percutaneous insertion, catheterization and implantation. Okay, so with this I am concluding today's topic. So if any doubt please ask me. Okay, thank you.